ഇടുക്കി രൂപതയുടെ സമർപ്പിത സംഗമത്തിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഇടുക്കി രൂപത അധ്യക്ഷനായ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. പിതാവെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ ഇന്നിപ്പോ ഒരു അപൂർവമായിട്ടാണ് ഇങ്ങനെ സമർപ്പിത സംഗമങ്ങളൊക്കെ കാണുന്നത്. ഈ ഒരു സമർപ്പിതർക്ക് എന്തുകൊണ്ടാണ് ഇടുക്കി രൂപത ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ഇന്ന് ആഗോള സഭയിൽ സമർപ്പിത ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി ഈശോയെ ദൈവാലയത്തിൽ കാഴ്ചവെച്ച ദിവസമാണ് ഈ സമർപ്പിത ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത് ഈ വർഷത്തെ പ്രത്യേക ജൂബിലിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ദിനം സമർപ്പിതർ ഇവിടെ ഈ കത്തീഡ്രൽ ദൈവാലയത്തിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവർക്ക് സന്ദേശങ്ങളുണ്ടായിരുന്നു. അവരിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ പ്രത്യേകമായിട്ട് ആദരിച്ചു. ഇത് സമർപ്പിതർ സഭയുടെ വലിയ ബലമാണ്. ഈ രൂപതയുടെ വലിയൊരു ശക്തിയാണ് സമർപ്പിതർ. അവരുടെ ഒന്നുചേരുവാനും പരസ്പരം പരിചയപ്പെടുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനുള്ള ഒരു അവസരമായിട്ട് രൂപത ഒരുക്കിയതാണിത്. അതെ, ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു സമർപ്പിത സംഗമം ഇടുക്കി രൂപതയിൽ ഏർപ്പെടുത്തുന്നത്? ഇടുക്കി രൂപതയിൽ വിവിധ തലങ്ങളിൽ സമർപ്പിതരുടെ സംഗമങ്ങൾ നടത്താറുണ്ട്. രൂപത മുഴുവനായിട്ട് സമർപ്പിതരെ വിളിച്ചു നടത്തുന്നത് ആദ്യമായിട്ടാണ്. ചില റീജിയനുകൾ കേന്ദ്രീകരിച്ച് സമർപ്പിതർക്ക് ക്ലാസുകളും അതുപോലെ തന്നെ അവരുടെ സംഗമം നടത്താറുണ്ട്. ഇത്രയും വിപുലമായിട്ട് നടത്തുന്നത് ഈ 2025 പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച ജൂബിലിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് നടത്തുന്നത്. അപ്പം ഈ രൂപതയുടെ അധ്യക്ഷൻ പിതാവ് എന്ന നിലയിൽ സമർപ്പിതരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് സമർപ്പിതരോട് പറയുവാനായിട്ടുള്ളത് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ വാചകമാണ്. ഈ വാക്യമാണ് പരിശുദ്ധ പിതാവ് ഇന്നലെ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് തന്റെ സന്ദേശത്തിൽ ഉപയോഗിച്ചത്. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. സമർപ്പിതർ ദൈവഹിതം നിറവേറ്റി ഈ ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ പ്രകാശമായി അയക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോയെ നൽകുന്ന ആളുകളായി തീഷ്ണതാപൂർവ്വം ജീവിക്കണം. അതെ, ഓക്കെ. അപ്പോ ഇങ്ങനെ സമർപ്പിതരൊക്കെ ഒത്തിരി വെല്ലുവിളികളൊക്കെ ഈ കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അതിനോട് പിതാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഓരോ കാലഘട്ടത്തിനും പ്രത്യേകതയുണ്ട്. ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു സെക്കുലർ മൈൻഡ്, ഒരു മതനിരാസത്തിന്റെ ഒരു ഭാഗമായിട്ട്, അതുപോലെ തന്നെ സഭയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, ചില സാഹചര്യങ്ങളിൽ സഭാംഗങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളുടെ ഭാഗമായിട്ടെല്ലാം സമർപ്പിതർ പല രീതിയിലുള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിലും വിളിച്ചവനിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ കൂടി ജീവിക്കുകയാണ് എങ്കിൽ അവർക്ക് വലിയ കാര്യങ്ങൾ ലോകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. മൊത്തത്തിലുണ്ടാകുന്ന വലിയ വിമർശനങ്ങളിലൊന്നും സമർപ്പിതർ തളരരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ പ്രതിസന്ധികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി അവിടുന്ന് തന്നെ അവർക്ക് പ്രദാനം ചെയ്യും. അതെ, ഇത്ര മനോഹരമായിട്ട് ഇടുക്കി രൂപതയിൽ സമർപ്പിത ദിനം ഒരുങ്ങി. അപ്പൊ അതിന് എല്ലാ പിന്തുണയും നൽകിയത് അഭിമന്യ പിതാവാണ്. പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുവാനും റെക്കോർഡ് ചെയ്യുവാനും അനേകരിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനുമായിട്ട് ശ്രമിച്ച ഗുഡ്നസ് ടിവിക്ക് ഇടുക്കി രൂപതയുടെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.